ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യം. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. ഈശോ കോപിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേട്ടോ അല്ലേ. എന്തിനാണ് ഈശോ കോപിച്ചത്? ദേവാലയത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ, ഈ ദേവാലയം എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കാതെ വന്നപ്പോൾ ഈശോ കോപിച്ച് ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം അടിച്ചു പുറത്താക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു വചനം ഈശോ എനിക്ക് നൽകുമ്പോൾ നമ്മളോട് ഓർമ്മിക്കാനായിട്ട് പറയുന്ന ഒരു കാര്യം, എൻ്റെ ഈശോ എന്നോട് കോപിക്കുമോ? എപ്പോഴാണ് ഈശോ എന്നോട് കോപിക്കേണ്ടതായിട്ട് വരുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോൾ. എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന ആലയമാണ് എൻ്റെ ഈ ശരീരം. എൻ്റെ ഈ ശരീരത്തിൻ്റെ പരിശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തുമ്പോൾ എൻ്റെ ദൈവം എന്നോടും കോപിക്കും. ദേവാലയം, ദൈവം വസിക്കുന്ന ആലയമായ എൻ്റെ ഈ ശരീരം അതിൻ്റെ പരിശുദ്ധിയിൽ, അതിൻ്റെ ശ്രേഷ്ഠതയിൽ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിന്മ ഈ ശരീരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ശരീരത്തിൻ്റെ പരിശുദ്ധി നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട്. തിന്മകൾക്ക് അടിമപ്പെട്ട് പൈശാചികമായ പ്രലോഭനങ്ങളിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ പ്രലോഭനങ്ങളിൽ വീഴുമ്പോഴും ദൈവസന്നിധിയിൽ വന്ന് മാപ്പ് ചോദിച്ച് വീണ്ടും പരിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് പറ്റണം. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ, ഈ ശരീരം അതിൻ്റെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് എൻ്റെ ദൈവം എന്നിൽ വസിക്കുകയും സ്വർഗരാജ്യം എനിക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുക. പക്ഷേ ഈ പരിശുദ്ധി ഞാൻ നഷ്ടപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താവും? വചനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവരെയെല്ലാം എങ്ങനെയാണ് പുറത്താക്കിയത്? ആടുകളോടും കാളകളോടും കൂടി. എൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ട് മൃഗങ്ങളെ പോലെയായിട്ട് ഞാൻ മാറും. ഈ പരിശുദ്ധി ഞാൻ നഷ്ടപ്പെടുത്തിയാൽ എൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്തി ഞാൻ മൃഗത്തെ പോലെയായിട്ട് തീരുകയാണ്. സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരിക്കലും ആയിത്തീരാനായിട്ട് ഇടയാവരുത്. ശരീരത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റണം. എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുവാൻ തക്ക വിധം എൻ്റെ ശരീരം പരിശുദ്ധിയുള്ളതായിരിക്കണം. ആ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ വില നഷ്ടപ്പെട്ടു പോവുകയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. അതുകൊണ്ട് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. എൻ്റെ ദൈവം എന്നോട് കോപിക്കുമോ? കോപിക്കാനായിട്ടുള്ള സാഹചര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ടോ? എൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിക്കാതെ പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ വന്ന് മാപ്പ് ചോദിക്കുവാനായിട്ട്, നല്ലൊരു കുമ്പസാരം നടത്തി പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട്, മേലിൽ പാപം ചെയ്യുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ശരീരത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് ദൈവത്തെ നമ്മുടെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.